നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ലാസ് 9-ലെ ചാപ്റ്റർ 3 ബൂഡിക്കാക്കി. ബൂഡിക്കാക്കി നമ്മൾ ഒരുപാട് വിധകൾ പഠിച്ചിട്ടുണ്ടല്ലേ. കഹാനി, നാടക്, ഏകാംഗി, അതുപോലെ ഒരുപാട് വിധകൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നോക്കുന്നത് ബ്ലർബാണ്. ബ്ലർബ് ഒരു ഇംഗ്ലീഷ് ടേമാണ്. ഇതിനെ ഹിന്ദി ശാസ്ത്രി എന്നാണ് പറയുന്നത്. എന്താണ് ബ്ലർബ്? ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പം ഒരു ലൈബ്രറി പോകുമ്പോഴോ ബുക്ക് മേടിക്കാൻ പോകുമ്പോഴോ ആ ബുക്കിൽ എന്താ കണ്ടൻറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ബുക്കിൻ്റെ ബാക്ക് സൈഡ് എടുത്തൊന്ന് വായിച്ച് നോക്കാറുണ്ടല്ലേ. ആ ഒരു എൻറ്റയർ ബുക്കിൻ്റെ ഒരു ഷോർട്ട് നോട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു സംക്ഷിപ്ത വിവരണം ആയിരിക്കും അതിൽ തന്നിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആ ബുക്കിൽ എന്തായിരിക്കും കണ്ടൻറ്റ് എന്ന് മനസ്സിലാവും. അതിനെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ആ ഒരു എഴുത്തിനെയാണ് നമ്മൾ ബ്ലർബ് അല്ലെങ്കിൽ ശാസ്ത്രി എന്ന് പറയുന്നത്. അപ്പം ബൂഡിക്കാക്കി എഴുതിയത് ശരിക്കും അതൊരു കഹാനിയാണ്. കഹാനി എഴുതിയത് ഹിന്ദി ഫേമസ് റൈറ്റർ ആയിട്ടുള്ള പ്രേംചന്ദാണ് എഴുതിയിട്ടുള്ളത്. അതിനെ ഡയറക്റ്റ് ചെയ്ത് സിനിമ ആക്കിയത് ഗുൽസാറാണ്. ആരാണ് പ്രേംചന്ദ്? हिंदी के सबसे महान कलाकार है प्रेमचंद. उनका असली नाम धनपत राय श्रीवास्तव है. उनकी प्रमुख रचनाएं हैं മാനസരോവർ, രംഗഭൂമി, ഗവൻ, നിർമ്മല और ഗോദാൻ ആദി. അപ്പം ഹിന്ദിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി റൈറ്ററാണ് പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ ഫേമസ് രചനകളാണ് മാനസരോവർ, രംഗഭൂമി, ഗബൻ, നിർമ്മല और ഗോദാൻ. ഓക്കെ, അയാളുടെ അസ്ലി നാം എന്തായിരുന്നു? ധൻപത് റായ് ശ്രീവാത്സവ്. ഗുൽസാർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹിന്ദി ഡയറക്ടർ, അതായത് ഹിന്ദി സ്റ്റോറീനെ സിനിമയായിട്ട് ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ഗുൽസാറാണ്. അപ്പം ഗുൽസാർ ഹിന്ദി ഗീതക്കാർ ഹോനെ കെ സാത്ത് ഹി ഗസൽക്കാർ, പട്കഥാ ലേഖക്, ഫിल्म നിർദ്ദേശക് ബി ഹെ. ഗുൽസാർ ഒരു ഹിന്ദി ഗീതക്കാർ എന്ന് വെച്ചാൽ ഗാനരചയിതാവാണ്. അതുകൂടാതെ ഒരു ഗസൽക്കാരാണ്, പട്കഥാ ലേഖക്, ഫിल्म നിർദ്ദേശക് ബി ഹെ, ഒരു ഫിലിം ഡയറക്ടർ കൂടിയാണ്. പത്മഭൂഷൺ, ഓസ്കാർ പുരസ്കാർ, സാഹിത്യ അക്കാദമി പുരസ്കാർ, ദാദാ സാബ് ഫാൽക്കെ പുരസ്കാർ പോലുള്ള അവാർഡ്സും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ബൂഡിക്കാക്കി എന്ന ഈ ബ്ലർബിൽ എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. ആധുനിക് ഹിന്ദി സാഹിത്യ की कालजयी कथा का प्रेमचंद की एक मार्मिक कहानी है बूडिकाकी. ഹിന്ദി മോഡേൺ ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി റൈറ്ററാണ് പ്രേംചന്ദ്. അദ്ദേഹത്തിൻ്റെ ഒരു മാർമിക് കഹാനിയാണ് ബൂഡിക്കാക്കി. मानवीय करुणा की भावना से ओतप्रोत इस कहानी में बुढ़ापे की समस्या को प्रस्तुत किया गया है. ഈ ഒരു കഹാനിയിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ബൂഢാപ്പയ്ക്ക് സമസ്യ എന്ന് പറയുമ്പം അതായത് വൃദ്ധജനങ്ങളുടെ സമസ്യകളെക്കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്. വൃദ്ധജനോं की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है. അതായത് വൃദ്ധജനങ്ങൾക്ക് ഈ പറഞ്ഞ അവരുടെ സമ്പത്തും അവരുടെ പ്രോപ്പർട്ടീസും ലാൻഡും ഒക്കെ കൈക്കലാക്കിയിട്ട് അവരെ ഉപേക്ഷിക്കുന്ന ആ ഒരു സാമാജിക് യഥാർത്ഥത്തെ, സോഷ്യലി നടക്കുന്ന കാര്യങ്ങളെ ഒരു യഥാർത്ഥപൂർണ്ണ ചിത്രമായിട്ടാണ് ഈ ഒരു കഹാനിയിൽ നമ്മുടെ എഴുത്തുകാരൻ കാണിച്ചു നിൽക്കുന്നത്. ബൂഡിക്കാക്കി കോ വിധവ ഹുയെ 5 വർഷ ഹോ ചുക്കെ थे. ഈ ബൂഡിക്കാക്കി വിധവയായിട്ട് എത്ര വർഷം കഴിഞ്ഞിരുന്നു? 5 വർഷം കഴിഞ്ഞത്. അതായത് ആ ബൂഡിക്കാക്കിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഉൻസ്കെ ജവാൻ ബേട്ടെ കി ബി അകാൽ മൃത്യു ഹോ ഗയി थी. അതായത് ഈ പറഞ്ഞ ബൂഡിക്കാക്കിയുടെ മകനും എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഈ സംസാർ മേ ബൂഡി കോ അപ്ന കഹനെ വാല കോയി നഹി था. അതായത് ഈ ലോകത്തിൽ തന്നെ ബൂഡിക്കാക്കിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കാക്കി അപ്നി സാരി സമ്പത്തി ഭതീജെ കെ നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹത്തി थी. അപ്പോൾ ആ ഒരു ബൂഡിക്കാക്കി എന്ത് ചെയ്തു? എനിക്കിനി സ്വന്തമായിട്ട് പറയാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടായിരുന്ന എല്ലാ പ്രോപ്പർട്ടീസും ആരുടെ പേരിൽ കൊടുത്തു? ഭത്തീജയുടെ പേരിൽ കൊടുത്തു. എന്താണ് ഈ ഭത്തീജ എന്ന് പറയുമ്പം ബൂഡിക്കാക്കിയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ മകനെയാണ് ഭത്തീജ എന്ന് പറയുന്നത്. ഭത്തീജയുടെ പേരിലേക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ആക്കി. ഇൻസാൻ के लालच की कोई सीमा नहीं होती. बुद्धिराम और रूपा अपनी काकी के प्रति तब तक बहुत अच्छे रहते थे जब तक कि वह उनके सारी സമ്പത്തി ഉപഹാർ മേ ദേ ദേത്തി. അതായത് ഈ പറഞ്ഞ ബുദ്ധിറാം ഓർ രൂപ എന്ന് പറയുന്ന 2 ക്യാരക്ടർ പറയുന്നുണ്ട്. ബുദ്ധിറാമാണ് ഈ ഭത്തീജ എന്ന് പറയുന്നത്. ഈ സഹോദരൻ്റെ മകനാണ് ബുദ്ധിറാം, അദ്ദേഹത്തിൻ്റെ വൈഫാണ് രൂപ. ഇവർ രണ്ടുപേരും ഭയങ്കര ആർത്തിയായിരുന്നു. അതായത് ഇവരൊക്കെ ഭയങ്കര സെൽഫിഷാണ്. അതായത് ഈ ഒരു ബുദ്ധിയുടെ കയ്യിൽ നിന്ന് സമ്പത്ത് കിട്ടുന്ന വരെ അവരെ ആ ഒരു സ്നേഹം അഭിനയിച്ച് നിന്നു. അത് കിട്ടിയതിന് ശേഷം അവരുടെ ക്യാരക്ടർ മുഴുവനായിട്ട് അങ്ങ് മാറി. वे लोग बात बात पर बूडिकाकी को अपमान और तिरस्कार करते थे. അവരെന്താണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബാത് ബാത് പർ ബൂഡിക്കാക്കി, അതായത് എന്ത് പറഞ്ഞാലും അവരെ അപമാനിക്കുമായിരുന്നു, അവരെ തിരസ്കരിക്കുമായിരുന്നു. ഓക്കെ, ഭർപേറ്റ് ഭോജൻ സേ ഭി വഞ്ചിത് थी. വയറ് നിറയെ ആഹാരം പോലും അവർക്ക് കിട്ടാനില്ലായിരുന്നു. जो रिश्ते ढीली बुनियादी पर टिके होते हैं वे रिश्ते ही ख़त्म हो जाते हैं. അതായത് ഒരു ഡീലി ബുനിയാദി എന്ന് പറഞ്ഞാൽ ബേസിക് ഫൗണ്ടേഷനാണ്. ഒരു റിലേഷനിലെ ബേസിക് ഫൗണ്ടേഷൻ തന്നെ സ്ട്രോങ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ആ റിലേഷൻ തന്നെ ഖത്തം എന്ന് വെച്ചാൽ അത് തകർന്നു പോകും, തീർന്നു പോകും.
അപ്പം ഈ ഒരു വൃദ്ധ സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണനയും സ്നേഹം കിട്ടാത്തതിന് പേരിലാണ് ഇവർ ഇത്രയും വിഷമം അനുഭവിക്കുന്നത്. ഇത് മറിച്ച് ഈ ഒരു സ്ത്രീനെ പരിഗണിക്കുന്ന ഒരാൾ ആ പരിവാറിലുണ്ട്. അതാണ് ഛോട്ടി ലഡ്കി ലാഡ്ലി. ഈ ലാഡ്ലി നമ്മുടെ ബുദ്ധിറാമിനെ രൂപയുടെ മകളാണ് ലാഡ്ലി. ലാഡ്ലി പരിവാർ में एकमात्र ऐसी है जो उस गरीबी आत्मा की देखभाल करती है. ലാഡ്ലി മാത്രമാണ് ഈ ബൂഡി കാക്കയുടെ देखभाल ചെയ്യുന്നത്. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म है. मुंशी प्रेमचंद द्वारा എഴുതപ്പെട്ട ഈ കഹാനിയുടെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് എടുത്തത് നമ്മുടെ ഗുൽസാറാണ്. ഇത് വളരെ സംവേദനശീലും മാർമിക് പൂർണ്ണമായിട്ടുള്ള ഒരു ഫിലിം കൂടിയാണ്. താങ്ക് യു.